മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിൻ്റെ അവനാളിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഏറ്റുനടത്തുന്നവർ തുണ്ടത്തിൽ ജോൺ ജോഹാൻ ആൻഡ് ജോർദൻ, മാളിക്കൽ റോയ് ഇബിൻ, ഐക്യര്യത്ത് ജോസ് കുടുംബം, വടമാടൻ അന്തോണി ജോസ്, വടക്കൻ വർഗീസ് ജെറിൻ, വടക്കൻ ആൻഡ്രു ആൽബർട്ട്, വടക്കൻ ടിറ്റോ നോറ, കുറ്റിക്കാടൻ റോയ് ആൻമരിയ, ആൾക്കാരൻ ഫ്രാൻസിസ് ആശിഷ്. എന്നിട്ടുള്ളവർ മുന്നിൽ രണ്ട് വരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പേര് വിളിക്കുന്നു. തോപ്പിൽ ദേവസി ലാസർ, പാറക്കൽ വർഗീസ് ആൻഡ് ആന്റണി സാന്തർ, കോടലിപ്പറമ്പിൽ ജോൺസൺ ജിയോ, കണ്ണേങ്ങാത്ത് കുഞ്ഞിപ്പാല വിൻസെന്റ്, ചേരിക്കല റോജോ അയാൻ, ചെറുത്തൂർ ആലിയ ആൽബർട്ട്. ഇങ്ങനെ 15 പേരാണ് നമുക്ക് ഇന്നത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്ക് ഭക്തിപൂർവ്വം തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പ്രമാണം നിന്റെ പാതകൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. വിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്ന ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്ദേശം അതിൽ നാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. കാരുണ്യവും താരനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിന്നിലുണ്ടാകേണമെന്നുമെന്നും ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ വഹിക്കുവാൻ പോകുന്ന ഈ തിരികളെ ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ മിശിഹായെ, അന്ധകാരമയമായ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ എണ്ണ തയ്യാറാക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, ഈ തിരികൾ ആശീർവദിക്കണമേ. അന്ധകാരമെല്ലാം അകറ്റുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശമാനമായി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിസ്ഥിതികാവലേക്ക് അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഗന്ധങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ ജ്യേഷ്ഠരുമാക്കി തീർക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആംബ്രോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേൽധ്യക്ഷ പിതാവുമായ മാർ പോളി മെത്രാന് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളകാരനുഭവത്തിലായ അമലോത്ഭവ മാതാവിന്റെയും വിശ്വസ്തേയും സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അത്ഭുതകരമായ വരങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിസ്ഥിതിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദേശിച്ചുകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹം നിറഞ്ഞവരെ, അമലോത്സവ മാതാവിന്റെയും വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഇടവകയെയും നമ്മുടെ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ വഴി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ബഹുമാനായിട്ട് വികാരിച്ചുണ്ട്, പ്രദേശുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അതിലെല്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഇടവകങ്ങളുടെ വ്യത്യസ്തമായ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പരിശുദ്ധ അമ്മ വഴി ക്രിസ്ത്യാനോസ് വഴി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം സമർപ്പിക്കാം. ഈശ്വരപ്രവിതരണം ഒരുങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഏറെ അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളെല്ലാം നിറവേറുന്ന വിശ്വാസത്തോടെ നമ്മുടെ വിശുദ്ധ കുർബാന ഏറ്റവും ശക്തവും ശ്രേഷ്ഠവുമായ പ്രാർത്ഥനയാണ്. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ ഈ പേരിൽ പങ്കുചേരുവാനായിട്ട് ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവൻ നയിക്കുവാനായിട്ട് നമ്മുടെ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ തിരുവനന്തപുരത്തെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുണിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധകന്യകാമറിയത്തെ ഞങ്ങൾക്കും മാതാവായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായി കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുവാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും.
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വാക്യങ്ങൾ കർത്താവെ കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിന് അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ്
അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 1-ാം അധ്യായം 1 മുതൽ 20 ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അരിയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, യജ്ഞേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമലോത്സവ മാതാവിന്റെയും ക്രിസ്തുസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മ വഴിയും സെബസ്ത്യാനോസ് വഴിയും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം സമർത്ഥമായിട്ട് ഇടപെട്ടുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ഇന്ന് വിചിത്രത്തിനായിട്ട് ലഭിച്ചിരിക്കുക സ്നാപക യോഹന്നാന് യേശുവിനെ പരിചയപ്പെടുന്ന ഭാഗമാണ്. താൻ ആരാണെന്നും തന്റെ ദൗത്യം എന്താണെന്നും തിരിച്ചറിയുന്ന സ്നാപക യോഹന്നാന് യേശുവിന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കുവാൻ പോലും യോഗ്യനല്ല എന്ന് സ്വയം എളിമപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഞാനാണ് യേശു എന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞിരുന്നാൽ അത് അനുസരിക്കുവാനായിട്ട് കേൾക്കുവാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു, അനേകം രാജ്യങ്ങളിൽ നാടുകളിൽ നിന്ന് ആളുകൾ വന്ന് സ്നാപക യോഹന്നാന്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചതിനെ പറ്റി. ദൈവമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മിശിഹായാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുവാനുള്ള ആൾ. പക്ഷേ സ്നാപക യോഹന്നാൻ അങ്ങനെയൊന്നും മുതിരുന്നില്ല എന്നുള്ളതാണ്. തന്റെ ദൗത്യം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അല്പം ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു അവസരമാണ്. നമ്മൾ വിശുദ്ധഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആളുകളുണ്ട്. അത് ദൈവിക പുരുഷന്മാരായാലും പ്രവാചകന്മാരായാലും അല്ലെങ്കിൽ മറ്റ് സാധാരണ ആളുകളാണെങ്കിലും ആരെല്ലാം ദൈവത്തിന്റെ പദ്ധതിയോട് യെസ് കൊള്ളുന്നുണ്ടോ അവരൊക്കെ കടന്നു പോകുന്ന വഴികൾ ഏറെ ദുർഘടമായ വഴികളാണ്, ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വഴികളാണ്. സ്നാപക യോഹന്നാൻ ദൈവത്തിന്റെ വചനത്തിന് യെസ് കൊള്ളുന്നുണ്ട്. പിന്നീട് പറയാം, ആ വചനത്തിന് വേണ്ടി സത്യത്തിന് നിലകൊണ്ടതിന്റെ പേരിൽ കഴുത്തറുത്ത് മാറ്റപ്പെടേണ്ട അവസ്ഥ വരുന്നുണ്ട്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയാകുവാനാണ് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് സമ്മതം മൂടിയപ്പോൾ കുറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വിശുദ്ധത്തിൽ വായിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മംഗളവാർത്തയ്ക്ക് ശേഷം ഒരു സന്തോഷകരമായ അധികം വാർത്തകളൊന്നും കാണാൻ സാധിക്കുകയില്ല. ഏറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരൊക്കെ പരിഹസിച്ച് ഒക്കെ കടന്നു പോകുവാനുള്ള സാധ്യതകളൊക്കെ ഒത്തിരി അതിനകത്ത് കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പറയുന്നുണ്ടോ അതിനൊക്കെ ശേഷം ചേർത്ത് വയ്ക്കുന്ന ഒരു വചനം മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന വചനമാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് സമ്മതം കൊടുക്കുന്ന പരിശുദ്ധ അമ്മ. കാനായിലെ കല്യാണത്തിന് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോട് പറയുന്നത് യേശു പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട്, അവൻ എന്ത് പറയുന്നു അതനുസരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധ അമ്മ. മംഗളവാർത്ത ശ്രവിച്ചതിന് ശേഷം തൊട്ട് പിന്നാലെ കാണുന്ന പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ്. സേവന തൽപരയായി തന്റെ ഇളയമ്മ 6 മാസം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ സഹായിക്കുവാനായിട്ട് പോകുന്ന പരിശുദ്ധ അമ്മ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം
പ്രസവം അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസക്കാലം ഒരു പണിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുക. കാരണം എങ്ങനെയെങ്കിലും ഗർഭം അലസി പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഒരു വീട്ടിലെ പണികളൊന്നും ചെയ്യാതെ സാധനം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചേച്ചിനെ കാണാനായിട്ട് പോയായിരുന്നു. ആ ചേച്ചിനോട് പറഞ്ഞു, അച്ഛാ ഞാൻ കുറേ വർഷങ്ങൾ കൂടി വെച്ചിട്ടാകും, നമുക്ക് അവിടെ റെസ്റ്റാണ്, അവിടെ പള്ളിയിൽ വരാനോ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ പരിശുദ്ധ അമ്മ മംഗളവാർത്ത ശ്രമിച്ചപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സേവനതൽപരിയായിട്ട് എലിസബത്തിന്റെ ഭവനത്തിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ പറ്റി പറയുക ആദ്യ സക്രാരി എന്നാണ്. യേശുവിനെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് വലിയ നിറവുണ്ടാവുകയാണ്. എലിസബത്ത് പറയുന്നത് കർത്താവിന്റെ അമ്മ ഒരുപാട് ഭാഗ്യം എനിക്ക് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു വലിയ ഭാഗ്യത്തെ ഏറ്റു പറയുന്നുണ്ട്. നമ്മളും അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. പരിശുദ്ധ അമ്മ മംഗളവാർത്ത ശ്രമിച്ച അതിനെ സ്മോളിൽ തന്റെ ഉദരത്തില് യേശുവിനെ സ്വീകരിച്ചു. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും വിശുദ്ധ തിരുശരീരത്തിന്റെ രൂപത്തിൽ, രക്തത്തിന്റെ രൂപത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയോട് ഒപ്പം തന്നെ ഒരു തിരുസക്രാരിയായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മെ ഫലമേൽപ്പിക്കുന്നതാണ്. നമ്മുടെ ഇനിയിപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന 2 വിധത്തിലാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ്. ഒന്ന് ആത്മീയമായിട്ട് സ്വീകരിക്കാറുണ്ട്, കുമ്പസാരിച്ച് ഒരുങ്ങാൻ സാധിക്കാതെ ആദ്യ കുർബാന സ്വീകരിക്കാത്ത ആൾക്കാരുണ്ടാകും. അതിൽ കുമ്പസാരിച്ച് ഒരുങ്ങാൻ സാധിക്കും കുർബാന സ്വീകരിക്കാത്ത ആൾക്കാർ പ്രാർത്ഥിച്ചൊരുങ്ങി തിരുശരീരം സ്വീകരിക്കാതെ മറ്റേ ആത്മീയമായിട്ട് ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങി അപ്പത്തിന്റെ രൂപത്തിൽ ഈശോയെ ഭൗതികമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കുർബാനയിലെ യഥാർത്ഥത്തിൽ പങ്കെടുത്തുവെങ്കിൽ ഈ 2-ൽ ഏതെങ്കിലും ഒരു വിധത്തിലെങ്കിലും നിർബന്ധമായിട്ട് ഈശോയെ സ്വീകരിക്കുന്നവരാണ്. നമ്മൾ കണ്ട് കടന്നു പോകുന്നവരല്ല, മറിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ്. പണ്ടൊക്കെ പറയാനാണ് കുർബാന കാണാൻ പോവുകയാണെന്ന്. പക്ഷെ ഇന്ന് കുർബാന അർപ്പിക്കാൻ പോകുന്നവരാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും സക്രാരിയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേർക്ക് ആ ഒരു ചിന്ത ലഭിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളൊന്നും വ്യത്യസ്തരായ ആൾക്കാർ നമ്മളെല്ലാം ദേവാലയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പള്ളിയിൽ എങ്ങനെ കടന്നു വന്നോ അതേ ഒരു അവസ്ഥയിൽ തന്നെ തിരികെ പുറത്തേക്ക് പോകുന്നവരാണ്. പക്ഷെ ഒന്ന് മാറി ചിന്തിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യം നമ്മളെല്ലാവരും ദേവാലയത്തിൽ കയറുമ്പോൾ കുരിശ് വരച്ചാണ് സാധാരണ പള്ളിയായിട്ട് പ്രവേശിക്കുക. നീ പള്ളിയാത്തിൽ കയറുമ്പോൾ ആനവാദത്തിൽ അല്ലെങ്കിൽ വാദത്തിൽ നിന്ന് കയറുമ്പോൾ കുരിശ് വരച്ചില്ലെങ്കിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് അവിടെ വരുമ്പോൾ മുട്ടുകുത്തി കുരിശ് വരച്ചിട്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പള്ളിയാത്തിൽ കുരിശ് വരയ്ക്കാതെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൈപോകാൻ സാധ്യതയില്ല. കാരണം നമ്മളെല്ലാവരും കുരിശ് വരച്ച നമുക്കെല്ലാവരും അവർ ചെറുപ്പം തൊട്ട് അതിനൊരു ബോധ്യം കിട്ടിയൊരു ദേവാലയം ദൈവ സാന്നിധ്യ സ്ഥലമാണ് എന്ന്. അവിടെ നമ്മളെല്ലാവരും കുരിശ് വരച്ച് പള്ളിയാത്ത് പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കാറുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ നമ്മളെ കുറിച്ച് കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സക്രാരിയായിട്ട് മാറുന്നുണ്ട് എന്നൊരു ചിന്ത കൂടി സൂക്ഷിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിലെ വലിയ അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ പക്ഷേ അതിനെപ്പറ്റി അധികം ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു സത്യമായ കാര്യമാണ്. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊരു സക്രാരിയാണ് എന്ന് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ എന്ന് പറയുന്നെങ്കിൽ തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വളരുവാൻ പരിശുദ്ധ അമ്മയുടെ അമരോത്സവത്തിന് നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കതൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാം. നമ്മളെല്ലാവരും വിശുദ്ധ സക്രാരികളായിട്ട് മാറുന്നവരാണ്. പരിശുദ്ധ അമ്മയെ പോലെ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഒരു ദൈവിക സാന്നിധ്യം പകരുവാനായിട്ട് കടപ്പെട്ടവരാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ചവരല്ല, നമുക്ക് കാഴ്ചക്കാരാണ്, വന്ന് കണ്ട് കടന്നു പോകുന്നത്. കാരണം നമുക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ ഇത് നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിയ ആളാണോ കണ്ടയാളാണോ എന്ന്. കണ്ടതാണെങ്കിൽ വലിയ കണ്ടതിന്റെ വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടാൻ സാധിക്കും. കണ്ടു കുറച്ച് സമയം ചെലവഴിച്ചു, അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് ഞാൻ പറയാൻ കിട്ടും. ഞാൻ ബലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ അനുഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ബലി അർപ്പിക്കുന്നവരാകുമ്പോൾ അതിന്റെ വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും യേശുവിനെ വഹിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുടുംബമാകാം, പോകുന്ന വഴികളാകാം, അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നവരാണ്. സ്നാപക യോഹന്നാന് യേശുവിന് വേണ്ടി സ്വന്തം ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ വായിച്ചു കേട്ടു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം എളിമപ്പെടുത്തുന്ന സ്നാപക യോഹന്നാന് നമുക്കും ഒരു ദൈവിക സാന്നിധ്യത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവര് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഒന്ന്
ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് തിരിച്ചറിയുവാനായിട്ട് കണ്ടെന്നോ കേട്ട് കടന്നും മറന്നുപോയ അല്ലെങ്കിൽ ഒരു നാടകഗാനം തൂണിലും ദുരിതത്തിൽ വീശിനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ നമ്മൾ പണ്ടത്തെ തലമുറയിൽ പാടിക്കേൾക്കാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം പോലെ പഠിക്കുന്നതാണ്. എല്ലാവരും ദൈവം അരൂപിയാണ്, എല്ലാ സ്ഥലത്തും ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് അതിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസ് രാജാവിന്റെ നിയമങ്ങളെക്കാൾ ദൈവത്തിന്റെ നിയമത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ സ്വന്തം ജീവിതമാണ് അതിന് പിരികൊടുക്കേണ്ടി വന്നത്. നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിതം മാറ്റിവെക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതൊരു സന്തോഷകരമായ ജീവിതമൊന്നും ആകുമെന്ന് ഞാനൊന്നും പറയുന്നില്ല. കാരണം ദൈവത്തിന് വേണ്ടി ആരൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ആ ജീവിതം ദൈവത്തിന്റെ ദാനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? അതെല്ലാം അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധ അമ്മയുടെയും സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത മാതൃകയാണ്. നമുക്കും അവരെ പോലെ ജീവിക്കുവാൻ സാധിക്കും. നമ്മുടെ സഭ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നത് അവരുടെ മാതൃക കണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടിയാണ്. അമലോത്സവ മാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും യേശുവിനെ സ്വന്തമാക്കി ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റെല്ലാം അതിനുശേഷം ക്രമീകരിക്കുവാനായിട്ട് ജീവിതത്തിലെ ഏത് സാഹചര്യമായാലും സന്തോഷമായാലും സങ്കടമായാലും അവിടെയൊക്കെ ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്ന ചിന്തയോടെ ആ ദൈവ പദ്ധതിയോടെ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം. സഹനം ഒരിക്കലും ഒരു അവസാനമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടായാലും സന്തോഷങ്ങൾ ഉണ്ടാകും. അതിൽ സന്തോഷങ്ങൾ ഉണ്ടായാലും സഹനങ്ങളും ഉണ്ടാകാം. പക്ഷെ ഇതെല്ലാം ജീവിതത്തിൽ സമ്മിശ്രമായിട്ട് വരുന്ന കാര്യങ്ങൾ. സന്തോഷവും സങ്കടവും ഒക്കെ മനുഷ്യന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ചിലരുടെ ജീവിതത്തിൽ കൂടുതലുണ്ടാകാം, ചിലരുടെ ജീവിതത്തിൽ കുറവായിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതം. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്കറിയാം, മറ്റുള്ളവരുടെ അതേ ഉത്തരവാദിത്വമല്ല നമുക്കുള്ളത്. ഓരോ മനുഷ്യനെയും ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ടാണ്. നമ്മുടെ കടമകളെ മറക്കാതിരിക്കുവാനായിട്ട്, ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനായിട്ട്, മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയായി തീരുവാനായിട്ട്, ദൈവത്തെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനായിട്ട്. പറയാം, ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ നമുക്ക് എളുപ്പമാണ്. ദൈവത്തെ പറ്റി, വിശുദ്ധരെ പറ്റിയൊക്കെ പറയാം, അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുക. ജീവിതത്തിൽ ദൈവത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവമായിരുന്നിട്ടും സ്വയം ശൂന്യനായ ഒരു കാര്യത്തൊഴുത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്ത് ജന്മമെടുക്കുവാൻ തയ്യാറായ നല്ല തമ്പുരാന്, കാൽവരിയില് മൂന്നാണികളില് അവസാനത്തുള്ള രക്തം വരെ ചിന്തി മരിച്ച നമ്മെ രക്ഷിച്ച നല്ല തമ്പുരാന്, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒന്നുമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പക്ഷെ ഇന്നും ആ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മോട് ആവശ്യപ്പെടുക വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, യേശു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്. നമുക്കും യേശുവിനെ പ്രഘോഷിക്കുന്നവരാകാം. അത് വാക്കുകൊണ്ട് എന്നതിനേക്കാൾ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവരാകുവാൻ നാം ആയിരിക്കുന്ന കുടുംബത്തിൽ, നാം പഠിക്കുന്ന സ്കൂളിൽ, നാം ഇടപെടുന്ന ആളുകളുടെ ഇടയ്ക്ക് അവിടെയൊക്കെ യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട്, യേശുവിനെ സാക്ഷിയായി ജീവിക്കുവാൻ അതിൽ കവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും സെബസ്ത്യാനോസിന്റെയും മാധ്യസ്ഥം നമുക്ക് തേടാം. അവരെ നമുക്ക് വേണ്ടി എല്ലാം മാധ്യസ്ഥം വഹിക്കും. അവരുടെ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവത്തിന്റെ എല്ലാ നിയോഗങ്ങളും ഈ തിരുവനന്തപുരത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ബലിയർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പ്രതികരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവതിരുമനസ്സിന് വിധേയരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ
കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യക മറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യക മറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭയുടെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാജ് ബിഷപ്പ് മാറാപ്പൻ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതീക്ഷനായ മാർ ആൻഡ്രോസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതീക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മനന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശ്രമികാമറിയത്തിന്റെ അമലോത്സവ തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധി അമ്മയോടും വിശുദ്ധരോടുമൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായമേക്കും. കൈകൂപ്പിനിപ്പോ കാണിക്കയായി എന്നെ കൈക്കൊള്ളുമോ? പരിവേലിയൊരുക്കുമീ സ്വർഗീയ നിമിഷം പരിവസ്തുവായി എന്നെ നൽകുന്നതാ. ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും ദീനസാക്ഷികളെയും സകർപ്പികളെയും
ബലിയിലോ തീടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ഇഷ്ടപ്പെടാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങ്
ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരായ എളിയവരും ഭാവികളുമായിരുന്നു ഞങ്ങളെ ആത്മീയാജകത്താൻ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തിരുന്ന സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും സാഖന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Oh,
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ കടങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിന്റെ രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ വീടിന്റെ
അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തി സമാധാനം ഞങ്ങളുടെ നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപ്പെട്ടനായ ശ്രമിച്ചതായ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്തിന്റെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാം മനുഷ്യരെ പറയുകയാതെ ഞങ്ങളുടെ നാദൃശ്യമായി വിശ്വസിക്കാരുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിരദാസുരയുടെ വാങ്ങിയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരെയും പ്രത്യാശിക്കുന്നതിനെ എല്ലാവരോടും ബന്ധിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ സാമർത്ഥ്യത്തെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിരുതിനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാണ്ടിയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ നമ്മെ ജീവിതം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവർക്കും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവംശത്തിന് മാതൃകയെ മറിയമേ, നീ അനുഗ്രഹിയാകുന്നു. തിരുസനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സഹോദരരെ, ഹല്ലേലൂയ പാടിക്കൊണ്ട് മിശിഹായുടെ തിരുശരീരങ്ങൾ നമുക്ക് സ്വീകരിക്കാം.
നമ്മുടെ നവനാളിൻ്റെ 2-ാം ദിനമായിരുന്നു നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ജോസ് കൂനാനിക്കൽ അച്ഛനാണ്. അച്ഛൻ കോതമംഗലം രൂപതയിൽ മാനിപ്പാറ ഇടവകയിലെ വികാരിയച്ഛനാണ്. നമ്മുടെ സപ്ലിമെൻ്ററി കൺവീനർ ടിറ്റോ വടക്കൻ്റെ ഭാര്യയുടെ ബന്ധു കസിനാണ്, അമ്മയുടെ ചേച്ചിയുടെ കസിനാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ സെമിനാരിക്കാരും എത്തിയിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് നമുക്ക് വേണ്ടി ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും സ്നേഹമുള്ള ജോസ് കൂനാനിക്കൽ അച്ഛന്
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നാളെയാണ് നമ്മുടെ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള കുടുംബസാര ദിവസം. രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ്. 6 അച്ഛന്മാർ പുറത്തുനിന്നുണ്ടായിരിക്കും. എല്ലാവരും സമയത്തിന് മുമ്പേ 10 മണി എന്ന് പറയുന്നതിന് മുമ്പേ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ക്രിസ്മസ് കരോൾ ഗാനം അതിൻ്റെ പ്രാക്ടീസ് കുർബാന കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കേരളത്തിൽ നമ്മളനുബന്ധിച്ച് ഇവിടെ വരുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും അവസരം നൽകിയ ജോഷിയത്തിനെ കമ്മിറ്റിക്കാരെയും എല്ലാവരുടെ അങ്ങനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയെ കൂടി ഓർക്കണം. അതിന് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു അച്ഛൻ വിളിച്ചപ്പോൾ കുഴപ്പമില്ല പോയെന്ന് വിളിച്ച് ചേർത്തിൽ അച്ഛൻ വിളിച്ച അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കാച്ചുകാരുണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ടായിരിക്കുവാൻ ഞങ്ങളോടൊപ്പം ബലിയർപ്പിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ പ്രാർത്ഥനയെ കൂടി ഓർക്കണമെന്നുകൂടി ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് സമാധാന ആശീർവാദത്തിനായിട്ട് ഇതിന് മിശിഹായുടെ മാതാവാകാൻ പരിസ്ഥിതികാമറയെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പ്രസഹാരഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിസ്ഥിതി അമ്മയെ പോലെ മിശിഹാരഹസ്യത്തിന്റെ ആഘോഷമായി കുർബാനയിൽ പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർ നീതിയുമായി ദാനത്തെ വൃത്തി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവരിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും
ശുദ്ധിയും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം പരവീര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിശദീകരണത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടവകയിലുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വ്യക്തികളെയും സദാചാര നിഷ്ഠയിലും നീതിബോധത്തിലും വളർത്തുകയും അങ്ങയുടെ ദൈവപ്രകാശത്താൽ നയിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവരും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥയായ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ വിശ്വാസത്തിലും ഐക്യത്തിലും സേവന മനോഭാവത്തിലും അഭ്യർത്ഥിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ താൽക്കാലികതയും ലോകമഹിമകളുടെ ആത്മമില്ലായ്മയും മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദൈവോന്മുഖരായി ജീവിത വിശുദ്ധരെ പോലെ എല്ലായിടത്തും പരലോക ചിന്തയോടെ വ്യാപരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ ആഘോഷം ഞങ്ങളുടെ ഇടവകയുടെയും നാടിന്റെയും ആത്മീക നവോത്ഥാനത്തിന് പ്രേരകമാകണമെന്നും പാപികളുടെ മാനസാന്തരത്തിനും തിരുസഭയുടെ അഭിവൃദ്ധിക്ക് കാരണമാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം ഭരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർണ്ണീയമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃക പിന്തുടർന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നതിനും എല്ലായിടത്തും ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്ന് അത്ഭുതകരമായി നിത്യനഗരത്തെ രക്ഷിച്ച വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും ആത്മീയ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നും നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്നും അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ വഴി ഞങ്ങൾക്ക് വിശ്വാസദാർഢ്യവും പുണ്യത്തിലഭിവൃദ്ധിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാവിധത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ അനുഗ്രഹമായി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മൾ ചൊല്ലി നടക്കേണ്ട സുഹൃത ജപം: യോസേഫ് പിതാവേ, ഞങ്ങളുടെ കുടുംബത്തെ ഒരു കുടുംബമാക്കി തീർക്കണമേ. ചെയ്യേണ്ട പുണ്യപ്രവൃത്തി വീട് വൃത്തിയാക്കുവാൻ മാതാപിതാക്കളെ സഹായിക്കുക. ഇന്ന് പഠിക്കേണ്ട വചനം സങ്കീർത്തനം 121:5. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തും. ഇപ്പോൾ തന്നെ കരോൾ ഗാനത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരിക്കുന്നത്. Thank you.